പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ CPM-ലെ ഒരു കത്ത് വിവാദ വാർത്ത തള്ളുകയാണ് MV ഗോവിന്ദൻ. വാർത്ത അസംബന്ധമാണെന്നും പ്രതികരിക്കാനില്ലെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി ദില്ലിയിൽ പറഞ്ഞത്. നമുക്ക് ആ പ്രതികരണം കേൾക്കാം. ഇന്ന് പോളിറ്റ് ബ്യൂറോ കൂടുന്നുണ്ട് CPM-ൽ. ഇത് രാജേഷ് കൃഷ്ണ എന്ന ലണ്ടനിലെ CPM-ന്റെ ഘടകത്തിന് ഇതിലെ വ്യക്തിക്ക് എതിരെ കൊടുത്തിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ളൊരു പരാതിയായിരുന്നു. ആ പരാതി ഒരു കുടുംബ പ്രശ്നത്തിൽ നിന്ന് വന്നിരുന്നതാണ്. ആ വിഷയത്തിൽ ഇപ്പോൾ പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ എന്ന മട്ടിൽ പ്രചരിക്കുന്ന കത്തും ആ വാർത്തയും തള്ളുകയാണ് MV ഗോവിന്ദൻ. വാർത്ത അസംബന്ധമാണെന്നും പ്രതികരിക്കാനില്ലെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി ദില്ലിയിൽ പറഞ്ഞത്. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും മകനെതിരെയുള്ള ആരോപണമല്ലേ പക്ഷെ ഒന്നും പറയാനില്ലേ. ഇന്നലെ പ്രതികരിച്ചു, അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. അതാ മലയാളം പറഞ്ഞത്, മലയാളത്തിലാ പറഞ്ഞത്. അസംബന്ധങ്ങളോട് പ്രതികരിക്കുന്നു. വാർത്ത അസംബന്ധം എന്ന് തന്നെയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു കത്താണ്. അന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വലിയ ചർച്ചയായിരുന്നു. അതേ കത്ത് തന്നെയാണ് ഇപ്പോൾ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു എന്ന് മാത്രം. അതെല്ലാം അന്നേ അസംബന്ധമെന്നാണ് പാർട്ടി വിലയിരുത്തിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. വിവാദങ്ങൾക്കിടെ പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ ചേരുന്നുണ്ട്. ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ പാലോട്, ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗം നടക്കും. പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഇത് അജണ്ടയായിട്ട് വരാനുള്ള സാധ്യതയില്ല. പാർട്ടി അതിനെ കാണുന്നത് ഒരു അസംബന്ധ വാർത്തയായിട്ടാണ്. 2 വർഷം മുമ്പ് പാർട്ടിയിലെ തന്നെ ലണ്ടനിലുണ്ടായിരുന്ന രാജേഷ് കൃഷ്ണയ്ക്കെതിരെ കൊടുത്ത ഒരു പരാതി, ആ പരാതി രാജേഷ് കൃഷ്ണ തന്നെ കോടതിയിൽ ഫയലിൽ കൊടുക്കുന്ന ഒരവസ്ഥ, പിന്നീട് അത് ചോർന്നു വരുന്ന അവസ്ഥ. ഇത് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് എങ്ങനെ രാജേഷ് കൃഷ്ണയ്ക്ക് കിട്ടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വാർത്ത അന്നേ തന്നെ പ്രചരിച്ചിരുന്നതാണ്. 2 വർഷം മുമ്പ് വന്ന ഒരു വാർത്ത ഇപ്പോൾ അത് പൊടിതട്ടി എടുത്തുകൊണ്ട് വരുന്നത് അസംബന്ധമെന്നാണോ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്? ആദിൽ പാലോ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഈ വാർത്തകളെയും ആരോപണങ്ങളെയും കാര്യമായി ഗൗരവത്തോടെ കാണുന്നില്ല എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് PB യോഗം ചേരുകയാണ് ദില്ലി AKG ഭവനിൽ. അതിന്റെ ഭാഗമായാണ് MV ഗോവിന്ദൻ മാസ്റ്റർ കേരള ഹൗസിലേക്ക് എത്തിയത്. അപ്പോഴാണ് മാധ്യമങ്ങൾ പ്രതികരണം ചെയ്തത്. വിവാദത്തിന് ശേഷം MV ഗോവിന്ദന്റെ പ്രതികരണം ലഭ്യമായിരുന്നില്ല. പ്രതികരണം ചോദിച്ചപ്പോൾ അസംബന്ധങ്ങളോട് പ്രതികരണമില്ല എന്നുള്ളതായിരുന്നു മറുപടി. മാത്രമല്ല, വാർത്ത അസംബന്ധം തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു MV ഗോവിന്ദൻ. കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതുമില്ല. ഏതായാലും മകനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഈ രൂപത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ രൂപത്തിൽ ആരോപണങ്ങളും വരുന്നത്. ശ്യാംജിത്ത്, മകൻ ശ്യാംജിത്ത് ഈ കത്ത് ചോർത്തി എന്നുള്ളതാണ് ഒരു ഭാഗത്തു നിന്നുള്ള ആരോപണം. ഏതായാലും ആരോപണവും ആ വാർത്തയുമെല്ലാം അസംബന്ധം എന്ന് പറഞ്ഞ് അവഗണിക്കുകയാണ് MV ഗോവിന്ദൻ. അത് പാർട്ടിയും ആ രൂപത്തിൽ ഗൗരവത്തോടെ കണക്കിലെടുക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനാകും ആ വാക്കുകൾ കേൾക്കുമ്പോൾ. അരുൺകുമാർ.